ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ നേരിടുന്നുണ്ട് കോൺഗ്രസിൽ. അതിനു മുൻപുമുണ്ട് സംഘടനാ തലത്തിൽ വലിയ തോതിലുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെയും മൂടിവെക്കാനുള്ള ശ്രമം ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നടന്നെങ്കിൽ പോലും അതൊന്നും ഫലം കണ്ടില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ BJP ദേശീയ നേതൃത്വത്തിന് സംസ്ഥാന നേതൃത്വം സമർപ്പിച്ച റിപ്പോർട്ടിന്റെ വിവരങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. പൂർണ്ണ ഉത്തരവാദി പാലക്കാട്ടെ തോൽവിക്ക് കാരണം കെ സുരേന്ദ്രനല്ല, അത് ശോഭാ സുരേന്ദ്രനും മറ്റു ചില കൗൺസിലർമാരുമാണ് എന്ന നിലയിലുള്ള റിപ്പോർട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ ഇപ്പോൾ KPCCയുടെ ഭാരവാഹികൾ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് AICCക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ പറയുന്നത് KPCCയുടെ ഭാരവാഹികൾ നിർജീവമാണ് എന്ന നിലയ്ക്കാണ്. ഭൂരിഭാഗം DCC അധ്യക്ഷന്മാരെയും മാറ്റണം, ഡിസംബറിൽ തന്നെ KPCC പുനഃസംഘടന പൂർത്തിയാക്കണമെന്നും ഒരു നിർദ്ദേശം പങ്കുവയ്ക്കുന്നുണ്ട്. തഴയപ്പെട്ടാൽ പ്രതിഷേധിക്കാൻ ഒരുങ്ങി മറ്റൊരു വിഭാഗം നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. നൃപൻ ചക്രവർത്തി, നൃപനിലേക്ക് വരാം. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നമുക്ക് കാണാം. KPCC ഭാരവാഹികളിൽ മരണപ്പെട്ടവരുടെ ഒഴിവുകൾ നികത്തിയിട്ടില്ല. ഇവിടെ പുതിയ ആളുകളെ കണ്ടെത്തണം. കൂടാതെ 52 ഭാരവാഹികളിൽ 20ഓളം പേരുടെ പ്രവർത്തനം നിർജീവം. സജീവമല്ലാത്തവരെ ഒഴിവാക്കണം. DCC അധ്യക്ഷന്മാരിൽ എറണാകുളം, മലപ്പുറം, കണ്ണൂർ ഒഴികെ മറ്റെല്ലാ പേരെയും മാറ്റണം. ഇതാണ് AICC സെക്രട്ടറിമാരായ വിശ്വനാഥ പെരുമാളും PV മോഹനും AICCക്ക് നൽകിയ റിപ്പോർട്ട്. എന്നാൽ ഇതിൽ തുടർ നടപടി ഉണ്ടായില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങണമെങ്കിൽ വേഗം പുനഃസംഘടന നടത്തണമെന്നാണ് നിലവിലെ നേതൃത്വത്തിന്റെ പുതിയ തീരുമാനം. ഡിസംബറിൽ തന്നെ KPCC പുനഃസംഘടന പൂർത്തിയാക്കാനാണ് ആലോചന. പക്ഷേ ഇക്കാര്യത്തിൽ സമവായം ഉണ്ടാക്കുകയാണ് നേരിടുന്ന വലിയ വെല്ലുവിളി. ഒഴിവാക്കപ്പെടുന്നവർ സ്വാഭാവികമായും ഇടയും. തങ്ങളുടെ പ്രതിനിധികളെ തഴഞ്ഞാൽ ഗ്രൂപ്പുകളും പ്രതിഷേധവുമായി രംഗത്തെത്തും. ഇത് മറികടക്കാനുള്ള തന്ത്രമാണ് നേതൃത്വം ആലോചിക്കുന്നത്. ഇക്കാര്യത്തിൽ സുധാകരനും സതീശനും 2 തട്ടിലാണെന്നതും ശ്രദ്ധേയമാണ്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി സംസ്ഥാനത്തെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാകും അന്തിമ ഭാരവാഹി പട്ടിക തയ്യാറാക്കുക. സജീവമല്ലാത്ത നേതാക്കളെ മാറ്റി യുവാക്കൾക്കും വനിതകൾക്കും അവസരം നൽകണമെന്നാണ് AICC നേതൃത്വത്തിന്റെ അഭിപ്രായം. AICC സെക്രട്ടറിമാരായ വിശ്വനാഥ പെരുമാളിന്റെയും PV മോഹന്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ KPCCയുടെ 20ലധികം ഭാരവാഹികളെയും 10ലധികം DCC അധ്യക്ഷന്മാരെയും മാറ്റേണ്ടി വരും. കേരളത്തിലെ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം അനുസരിച്ച് ഒരു പൊട്ടിത്തെറിയില്ലാതെ ഇത് നടപ്പിലാക്കാൻ കഴിയുമോ എന്ന കാര്യം കാത്തിരുന്നു തന്നെ കാണണം. നൃപൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി നൃപൻ തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് നൃപൻ. മോർണിംഗ് കാവ്യ. ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ നൃപൻ പറഞ്ഞു വെച്ച അവസാനത്തെ വാചകം തന്നെ നമുക്ക് തുടങ്ങാൻ വേണ്ടി പറയാം. ഒരിക്കലും KPCCയിൽ ഒരു പൊട്ടിത്തെറി ഇല്ലാതെ പുനഃസംഘടന നടന്നിട്ടുള്ള ചരിത്രമില്ല. ഈ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എപ്പോഴൊക്കെ കേരളത്തിൽ വന്നിട്ടുണ്ടോ അത് വലിയ തോതിലുള്ള പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമായിരുന്നു. പലകുറി ആ നിലയിലുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ 3 DCC അധ്യക്ഷന്മാർ ഒഴികെ മറ്റെല്ലാവരെയും മാറ്റണം. KPCCയുടെ ജനറൽ സെക്രട്ടറി പദത്തിൽ ഒപ്പം സെക്രട്ടറി സ്ഥാനത്ത് വക്താക്കളായി ഇരിക്കുന്നവർ ഉൾപ്പെടെയുള്ളവരിൽ ഭൂരിഭാഗം പേരെയും മാറ്റണം. ഇത് വലിയ തോതിലുള്ള ഗ്രൂപ്പ് കളികളിലേക്ക് വീണ്ടും കാര്യങ്ങൾ പോവുകയാണ്. ഒപ്പം ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെയും നിലനിർത്തിക്കൊണ്ട് തന്നെ പുനഃസംഘടന പൂർത്തിയാക്കാൻ 1 മാസത്തിനുള്ളിൽ, പ്രത്യേകിച്ച് ഡിസംബറിൽ തന്നെ പൂർത്തിയാക്കണം എന്നൊരു ആലോചനയുണ്ട്. അത് നടക്കുമോ നൃപൻ? ഇപ്പോൾ പോയിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരമുള്ള ഗുരുതരമായ പരാമർശങ്ങൾ എന്തൊക്കെയാണ്? കാവ്യ, കേരളത്തിലെ KPCCയെ സംബന്ധിച്ചിടത്തോളം പുനഃസംഘടന അത്യാവശ്യമാണ് എന്ന കാര്യം നേതാക്കളൊക്കെ സമ്മതിക്കുന്നുണ്ട്. അത് K സുധാകരനും VD സതീശനും ഒപ്പം തന്നെ ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇതേ അഭിപ്രായക്കാരാണ്. പക്ഷേ ഇക്കാര്യത്തിൽ അഭിപ്രായ ഐക്യം, ആരെ ഒഴിവാക്കി പുതിയ ആൾക്കാരെ ഉൾപ്പെടുത്തും എന്ന കാര്യത്തിൽ അഭിപ്രായ ഐക്യം ഉണ്ടാക്കാൻ കേരളത്തിലെ KPCCക്ക് നിലവിലെ നേതൃത്വത്തിന് കഴിയുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. AICCയുടെ സെക്രട്ടറിമാരായിട്ടുള്ള വിശ്വനാഥ പെരുമാളും ഒപ്പം തന്നെ PV മോഹനും പ്രത്യേകിച്ച് എല്ലാ DCCകളിലും റീജനായി 3 മേഖലകളായി തിരിഞ്ഞ് പ്രവർത്തനങ്ങൾ നേരിട്ടും അല്ലാതെയും മറ്റു നേതാക്കളുമായി, മുതിർന്ന നേതാക്കളുമായിട്ടൊക്കെ അഭിപ്രായം തേടിയ ശേഷമാണ് ഒരു റിപ്പോർട്ട് നൽകിയിട്ട് തന്നെ 5 മാസം കഴിഞ്ഞിട്ടുണ്ട്. AICCക്ക് നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ ശക്തമായ ഭാഷയിലാണ് 20ഓളം വരുന്ന ആകെ KPCC എക്സിക്യൂട്ടീവും ഭാരവാഹികളുമായി ആകെ 52 പേരാണുള്ളത്. അതിൽ 20ലധികം പേർ നിർജ്ജീവമാണ്. അവർ പ്രവർത്തന രംഗത്ത് സജീവമല്ല. അതുകൊണ്ട് അവരെ മാറ്റണം. ഇപ്പോൾ നിലവിൽ തന്നെ 3
KPCC ഭാരവാഹികൾ മരണപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഒഴിവുകൾ നികത്താനുണ്ട്. നിലവിൽ വർക്കിംഗ് പ്രസിഡന്റുമാരായിരിക്കുന്നവരെ സംബന്ധിച്ചും ഒപ്പം തന്നെ KPCCയുടെ പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവ് അംഗങ്ങളായിട്ടിരിക്കുന്ന പലരെക്കുറിച്ചും അഭിപ്രായ വ്യത്യാസം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അവയെല്ലാം പരിഗണിച്ച് പുതിയ ആൾക്കാരെ അവിടെ ഉൾപ്പെടുത്തണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ നിലവിലുള്ള ആൾക്കാരെ മാറ്റുമ്പോൾ തഴയുമ്പോൾ അത് സ്വാഭാവികമായും ആരെയാണ് ഒഴിവാക്കുക എന്ന കാര്യത്തിൽ തർക്കം നടക്കും. അത് വിവിധ ഗ്രൂപ്പുകളുടെ പ്രതിനിധികളുണ്ട്. VD സതീശൻ്റെയും K സുധാകരൻ്റെയും നോമിനികളായി അവർക്കൊപ്പം നിൽക്കുന്നവരുണ്ട്. KC വേണുഗോപാലുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരുണ്ട്. അവരെയൊക്കെ തഴയുകയോ ആരെങ്കിലും ഒഴിവാക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് വലിയ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസത്തിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ DCC അധ്യക്ഷന്മാർ ഇപ്പോൾ 3 DCCകളിലെ അധ്യക്ഷന്മാരെ ഒഴിച്ച് ബാക്കി മുഴുവൻ DCC അധ്യക്ഷന്മാരും പ്രവർത്തനക്ഷമമല്ല. അതുകൊണ്ട് അവരെ കൊണ്ട് ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും പോകാൻ കഴിയില്ല എന്ന വിലയിരുത്തൽ തന്നെയാണ് AICC റിപ്പോർട്ടിലുള്ളത്. പ്രധാനമായി എറണാകുളവും കണ്ണൂരും അടക്കം വരുന്ന മലപ്പുറം അടക്കം വരുന്ന 3 ജില്ലകളിൽ മാത്രം DCC പ്രസിഡന്റുമാരെക്കുറിച്ച് മാത്രമാണ് എതിരഭിപ്രായമില്ലാത്തത്. ബാക്കി വരുന്ന 11 DCC അധ്യക്ഷന്മാരെ മാറ്റണം എന്ന തരത്തിലാണ് AICCയുടെ റിപ്പോർട്ടിലുള്ളത്. അതുകൊണ്ട് ഈ 11 പേരെയും മാറ്റുമ്പോൾ പകരം വരുന്ന ആരായിരിക്കും, അത് ആരുടെ നോമിനി ആയിരിക്കും, ഏത് ഗ്രൂപ്പിൻ്റെ പ്രാതിനിധ്യമായിരിക്കും നൽകുക, നിലവിൽ ഒഴിവാക്കപ്പെടുമ്പോൾ അത് ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ ഭാഗമായോ പ്രത്യേകിച്ച് VD സതീശൻ്റെ അടുത്ത് നിൽക്കുന്നവരോ KC വേണുഗോപാലിൻ്റെയോ K സുധാകരൻ്റെ അടുത്ത അനുയായിയാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ മാറ്റുന്നവർ സംബന്ധിച്ച് എങ്ങനെയാണ് അതിൻ്റെ മാനദണ്ഡം നിശ്ചയിക്കുക? ഇതൊക്കെ AICCയുടെ പ്രവർത്തനക്ഷമത മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തന രംഗത്ത് സജീവമല്ല എന്ന നിലപാടാണ് ഗ്രൂപ്പിനതീതമായി AICC റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. പക്ഷേ കേരളത്തിൽ ഇത് നടപ്പിലാക്കാൻ വരുമ്പോഴേക്കും വിവിധ ഗ്രൂപ്പുകളുടെ സമ്മർദ്ദം സ്വാഭാവികമായി ഉണ്ടാകും. ഒപ്പം തന്നെ നിലവിലുള്ള ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ അടുത്ത ആൾക്കാരെ ഒഴിവാക്കിയാൽ സ്വാഭാവികമായും പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് AICC പറയുന്നത് ഈ സംഘടനാ സംവിധാനം വച്ചുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കേരളത്തിലെ കോൺഗ്രസിന് നേരിടാൻ കഴിയില്ല എന്ന് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. ഈ 2 ഉപതെരഞ്ഞെടുപ്പിലും പാർട്ടിയുടെ സംഘടനാ ശക്തി മുഴുവൻ ആ മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിക്കുകയും AICC നേതൃത്വം നേരിട്ട് ഇടപെട്ടതുകൊണ്ടുമാണ് സംഘടനാ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞത്. പല ബൂത്തുകളും എന്നാൽ ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്കോ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കോ വരുമ്പോൾ പല ബൂത്തുകളും ബൂത്ത് കമ്മിറ്റി കൺവീനർമാർ പോലുമില്ല. നിലവിൽ മണ്ഡലം പ്രസിഡന്റുമാരില്ലാത്തതും ഉള്ള സ്ഥലങ്ങളിൽ തന്നെ നിർജ്ജീവമായ അവസ്ഥയുണ്ട്. ബ്ലോക്ക് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വലിയ തർക്കം നിലനിന്നിരുന്നു. പലരെയും ബ്ലോക്കുകൾ നിർജ്ജീവമാണ്, പലരെയും ഈ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ചു, അവരൊന്നും പ്രവർത്തന രംഗത്ത് സജീവമല്ല. അതിനെ സംബന്ധിച്ചുള്ള പരാതികൾ നിരവധിയാണ്. ഈ അടുത്ത് തന്നെ ചില ബ്ലോക്ക് പ്രസിഡന്റുമാരെ മാറ്റേണ്ട സ്ഥിതിയുണ്ടായി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് സുതാര്യമായ സമീപനം ഉണ്ടാകണം ഗ്രൂപ്പുകൾക്ക് അതീതമായി എന്നതാണ് AICCയുടെ ഈ 2 AICC സെക്രട്ടറിമാർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ അത് കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം കേരളത്തിലെ AI ഗ്രൂപ്പുകൾ നേരത്തെ തന്നെ അതൃപ്തരാണ്. കാരണം VD സതീശനും K സുധാകരനും വന്ന ശേഷം ഗ്രൂപ്പുകളെ പൂർണ്ണമായി അവഗണിച്ചു. രമേശ് ചെന്നിത്തലയും ഒപ്പം തന്നെ മുൻ KPCC അധ്യക്ഷന്മാർ VM സുധീരൻ ഒപ്പം തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയ നേതാക്കളൊക്കെ നേരത്തെ തന്നെ പരസ്യമായി നിലപാട് പലവട്ടം പറഞ്ഞതാണ്. വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിയുടെ കാലശേഷം ഏകദേശം അത് വിഘടിക്കുകയും ഛിന്നഭിന്നമായി നിൽക്കുന്നൊരവസ്ഥയുണ്ട്. പക്ഷേ ഉമ്മൻചാണ്ടിക്കൊപ്പമുണ്ടായിരുന്ന പല നേതാക്കളും ഇപ്പോൾ അതിർത്തിയിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. അവർ പലരും പ്രവർത്തന രംഗത്ത് സജീവമല്ല. അതുകൊണ്ട് ഇത്തരക്കാരെയെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു പുനഃസംഘടന സാധ്യമാക്കുക എന്നതാണ് നിലവിലെ നേതൃത്വം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. കാവ്യ, ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണമൊക്കെ കഴിഞ്ഞ ദിവസം K സുധാകരന്റെ അടക്കം ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. നേതൃമാറ്റം എന്നൊരു ആവശ്യം ഏതെങ്കിലും നിലയിൽ ഉന്നയിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഈ റിപ്പോർട്ടുകളിൽ പരാമർശമുണ്ടോ? അത്തരത്തിൽ ഈ പറയുന്നത് പോലെ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട നേതാക്കൾക്ക് വലിയ തോതിൽ ഈ സുധാകരനും സതീശനും 2 തട്ടിൽ നിൽക്കുന്ന സാഹചര്യം അടക്കം മുൻനിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു സാധ്യതയിലേക്ക് കടക്കാൻ ഒരു ആലോചന ഉണ്ടാകുമോ ദ്രവൻ? സമ്പൂർണ്ണമായ പുനഃസംഘടന വേണമെന്ന അഭിപ്രായം നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ്. പക്ഷേ ഇനി ഈ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പാലക്കാട് UDF വിജയിക്കുന്നുണ്ട്, ചേലക്കരയിൽ പക്ഷേ പരാജയപ്പെടുകയും ചെയ്തു. ചേലക്കരയിലെ പ്രവർത്തനം മോശമായി എന്ന് AICCയുടെ ചുമതലയുണ്ടായിരുന്ന PV മോഹൻ തന്നെ ഒരു ദേശീയ ദിനപത്രത്തിൽ അദ്ദേഹം പരസ്യമായി പറയുകയും ചെയ്തു. പ്രത്യേകിച്ച് പാലക്കാട് വിജയം ഷാഫി പറമ്പിലിൻ്റെയും ഒപ്പം തന്നെ VK ശ്രീകണ്ഠൻ്റെ വിജയമാണ് എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പലതരത്തിലുള്ള അതൃപ്തി AICCക്കുണ്ട്. കാരണം AICC നേരിട്ടാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നത്. കാരണം വയനാടിൻ്റെ ചുമതല നേരിട്ട് AICCക്കായിരുന്നു, KPCCയുടെ ചുമതല ഉണ്ടായിരുന്ന ചേലക്കരയ്ക്കായിരുന്നു, VD സതീശൻ്റെ നേതൃത്വത്തിൽ ചുമതല വഹിച്ചിരുന്ന സ്ഥലമായിരുന്നു പാലക്കാട്. അപ്പോൾ പാലക്കാട് മാത്രമാണ് ജയിച്ചത്. അതുകൊണ്ട് സമ്പൂർണ്ണമായിട്ടുള്ള ഒരു പുനഃസംഘടന വേണമെന്ന നിലപാട് VD സതീശനുണ്ട്. കാരണം KPCC അധ്യക്ഷൻ K സുധാകരൻ അടക്കം മാറ്റണമെന്നാണ് ആ നിലപാടിൽ പറയുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ സുധാകരൻ പറയുന്നത്
താൻ മാറാൻ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ ഒന്നിച്ചാണല്ലോ ഇവർ രണ്ടുപേരും പുതിയ നേതൃത്വമായി വന്നത്, രണ്ടുപേരെ മാറ്റി പുതിയ നേതൃത്വത്തെ കൊണ്ടുവരണമെന്ന നിലപാടാണ്. അതുകൊണ്ട് അത് ഈ ഘട്ടത്തിൽ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ഒരുക്കം നടക്കുന്ന ഘട്ടത്തിൽ ഒരു സമ്പൂർണ്ണ പുനഃസംഘടനയിലേക്ക് പോയാൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഘട്ടത്തിലേക്ക് ഇപ്പോൾ പോകാൻ സാധ്യതയില്ല. ഇപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയെന്ന് പറയുന്നത് നിലവിലുള്ള ഒഴിവുകൾ നികത്തി ഈ നിർജ്ജീവമായിട്ടുള്ള ഭാരവാഹികളെ ഒഴിവാക്കി DCC അധ്യക്ഷന്മാരെ മാറ്റി തീരുമാനിക്കുക എന്നതാണ്. അതിൽ തന്നെ വലിയ പൊട്ടിത്തെറി ഉണ്ടാവും. അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം വിലയിരുത്തിയ ശേഷം സമ്പൂർണ്ണ നേതൃത്വ മാറ്റം ആവശ്യമുണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ പരിഗണിക്കുക എന്ന നിലയിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക. ഇനി കോൺഗ്രസിൻ്റെ നിലവിലെ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമായിരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം താഴെത്തട്ടിൽ വലിയ തരത്തിലുള്ള മാറ്റം കോൺഗ്രസിനും UDF-നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ സ്വാഭാവികമായും സമ്പൂർണ്ണ നേതൃത്വ മാറ്റത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് പോകുമെന്ന കാര്യം ഉറപ്പാണ്. കാവ്യ. ശരി നൃപൻ, അത്തരത്തിലൊരു സമ്പൂർണ്ണ നേതൃമാറ്റം അടക്കമുള്ള ആവശ്യങ്ങൾ ഇപ്പോഴുണ്ട്. എന്തായാലും ഈ റിപ്പോർട്ടിൻ്റെ ഇപ്പോൾ പുറത്തു വരുന്ന പരാമർശങ്ങൾ, സൂചനകൾ അനുസരിച്ച് ഭൂരിഭാഗം ഭാരവാഹികളെയും KPCCയുടെ ഭാരവാഹികളെയും മാറ്റണം എന്നുള്ളത് തന്നെയാണ്. 3 ജില്ലകളിലെ DCC അധ്യക്ഷന്മാർ ഒഴികെയുള്ളവരെ മാറ്റണമെന്നും ഇപ്പോൾ ആവശ്യങ്ങൾ ഉണ്ട്. തഴയപ്പെട്ടാൽ ഇതിൽ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെയും പാലിക്കാതെ ഇരുന്നാൽ, താങ്ക് യു നൃപൻ, ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെയും പാലിക്കപ്പെടാതിരുന്നാൽ പ്രതിഷേധിക്കാനൊരുങ്ങി ഒരു വിഭാഗം കൂടി രംഗത്തുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഡിസംബറിൽ പൂർത്തിയാക്കാൻ കഴിയുമോ പുനഃസംഘടന എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യവും അവിടെ നിലനിൽക്കുന്നുണ്ട്.